സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഒരു അറ്റാക്കൊക്കെ നടത്തി നല്ല രീതിയിൽ നിൽക്കുന്ന ടൈമാണല്ലോ, നമ്മൾ റിവഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ മലയാളികളുടെ ഇടയിലെ തന്നെ ആട്ടോ കുറച്ച് ഫേമസ് ആയിട്ട് ആൾക്കാരൊക്കെയാണ്. സോ ഇതിനെക്കുറിച്ചാണ് 2 പോസ്റ്റ് ഉണ്ട്. പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നിങ്ങൾ സൈഡിൽ കാണുന്ന പോസ്റ്റ് തന്നെയാണ് കേട്ടോ. സോ നിങ്ങൾ ഈ പോസ്റ്റാണ് ഇവിടെ സൈഡിൽ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് പോസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഈ പോസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ള സിവിലിയൻസ്, അതായത് ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനിലുള്ള സിവിലിയൻസ് ഡെഡായി എന്നാണ് റിയാസ് സലീം പറയണത്. അപ്പോൾ റിയാസ് സലീമിൻ്റെ ഇതിൻ്റെ മുമ്പത്തെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇന്ത്യയിൽ 26-27 പേര് മരിച്ചു, ടെററിസ്റ്റ് അറ്റാക്കിൽ ഇന്ത്യയിൽ 26 പേര് മരിച്ചു. ഒരു പോസ്റ്റ് പോലും ഇവൻ ഇതുവരെ ആയിട്ട് ഇട്ടിട്ടില്ല. ഓക്കെ, സോ ഇവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇന്ത്യ അറ്റാക്ക് ചെയ്തു, അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഓരോ ഫേക്ക് പ്രൊപ്പഗണ്ടാസ് ഇങ്ങനെ പുറപ്പെടുപ്പിക്കുമല്ലോ. സോ ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ അതേപോലെ അച്ചടിച്ചിട്ട് ഇവൻ്റെ ഇതിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. സോ ഇവൻ ഇന്ത്യൻ ആർമീനെയൊക്കെ ഒരു അപമാനിക്കുന്ന പോലെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇന്ത്യൻ ആർമി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പോലും, ഒരു സിവിൽ പേഴ്സൺ പോലും ഡെഡ് ആയിട്ടില്ല, അതായത് മരിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ആർമി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവരും, അതായത് ടോട്ടലി ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഭീകരരായിട്ടുള്ള ആൾക്കാർ, അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെയാണെന്നാണ് ഇന്ത്യൻ ആർമി തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ശരിക്ക് പാകിസ്ഥാൻ്റെ എവിടുന്നെങ്കിലൊക്കെ കിട്ടിയ കുറച്ച് വേർഡ്സ് ഒരു ഫോട്ടോ ആക്കി ഇൻസ്റ്റഗ്രാം സ്റ്റോറി വയ്ക്കാൻ ഇവർക്കൊന്നും ഒരു ഇതില്ലേ. സോ ഇവർക്ക് പാകിസ്ഥാനിൽ നടക്കുന്ന കാഷ്വാലിറ്റീസ് മാത്രമേ ഉള്ളൂ. സോ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. നമ്മളെ ഇന്ത്യയിൽ എത്ര പേർക്ക് വീടില്ലാതെ ആവുന്നുണ്ട്, എത്ര പേര് മരിച്ചു പോകുന്നുണ്ട്. ഷെല്ലാക്രമണത്തിൽ തന്നെ ഏകദേശം 6-7 പേര് മരിച്ചു. ഇതിനെക്കുറിച്ചൊന്നും ഇവന് ഒരു പോസ്റ്റ് വിടാനില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ അമീന നിജം എന്ന് പറയണ ഒരു ടെർബോ സിനിമയിൽ അഭിനയിച്ച ഒരു പെണ്ണും കൂടി ഇതേപോലത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഇവർ ഇന്ത്യൻ കാഷ്വാലിറ്റീസിനെ കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നതന്നെ ഇല്ല. ഇവർക്ക് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് പറയാൻ നേരെയുള്ളൂ. സോ ഇവർ ഇന്ത്യയിൽ തന്നെ അല്ലേ ജീവിക്കുന്നത്. ഇന്ത്യയിൽ നിന്നിട്ട് ഇവർ അതായത് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് നമ്മളെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ റിവെഞ്ച് അടിച്ചതാണ്, അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് അങ്ങോട്ട് അടിച്ചതല്ലല്ലോ. ഇത് വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അച്ചടിച്ച് വിടുന്നത് നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യണം അതിനെ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള കുറേ പേര് ഇത് ഇനിയും ഈ ഫേക്ക് നറേറ്റീവ്സ് പൊക്കി പിടിച്ച് ഇങ്ങനെ വരും. സോ നമ്മൾ വെറുതെ ഒരു അറ്റാക്കിന് പോയതല്ല. നമ്മളെ രാജ്യത്തുള്ള 26 പേരെ, അതായത് നമ്മളുടെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിട്ടുള്ള, സോ അതിന് തന്നെയാണ് പ്രധാനമന്ത്രി ഇതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരും ഇതിന് കൊടുത്തിട്ടുള്ളത്. വെറുതെ പോയി അറ്റാക്ക് ചെയ്തതല്ലല്ലോ, കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് തന്നെയാണ് അവർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മളെ ആർമീനെ സപ്പോർട്ട് ചെയ്യാം. നമ്മളെ ആർമി LOCയിൽ നമ്മളിപ്പോൾ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. അതവിടെ ആർമി പണിയെടുത്തത് കൊണ്ടാണ് നമ്മളിവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്. സോ നമുക്ക് ഇവനെ പോലെ മേക്കപ്പും പുട്ടിയൊക്കെ ഇട്ട് നടക്കാൻ ആർമി അവിടെ പണിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെയൊക്കെ സേഫായിട്ട് ഇരിക്കുന്നത്. സോ ഈ ടൈമിൽ നമ്മൾ ആർമിയോടൊപ്പം നിൽക്കണം. ആർമിയോടൊപ്പം നിൽക്കുകയാണ് നമ്മളിപ്പോൾ വേണ്ടത്. അല്ലാതെ വെറുതെ പാകിസ്ഥാൻ്റെ ഫേക്ക് നറേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കി പോസ്റ്റ് ഇട്ട് വലിയ ആളാണെന്നുള്ള പറഞ്ഞ് നടക്കണ പോലെ എല്ലാ കാര്യങ്ങൾ. സോ നമ്മൾ ആർമീൻ്റെ ഒപ്പം നിൽക്കുക, അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. സോ ഇനിയും ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയും സ്വാഭാവികമായിട്ട് റിവെഞ്ച് ഉണ്ടാവും. കാരണം തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ മിലിറ്ററി പവറൊന്നും ഇല്ലാത്ത രാജ്യമൊന്നും അല്ലല്ലോ നമ്മൾ. സോ നമ്മളെന്തായാലും തിരിച്ചടിച്ചിരിക്കും. അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പം, നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം പറയുന്നത് കേട്ടിട്ട് നമ്മളതിനനുസരിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ ഇനി ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാവും. സോ നമ്മൾ അതിനൊപ്പം ആർമി എന്ത് പറയണോ അതിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. സോ ഇവിടുത്തെ ഗവൺമെൻറ്, അതായത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത്ര കുഴപ്പം? നമ്മൾ ആർമീൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. സോ നമ്മളെന്തായാലും ആർമീൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. എല്ലാവരും ഈ ഫേക്ക് പ്രൊപ്പഗണ്ട, അതായത് ന്യൂസ് ചാനൽ എല്ലാവരും പറയുന്നുണ്ട് ഈ ഫേക്ക് നറേറ്റീവ്സും കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. അതേപോലെ തന്നെ അവരുടെ കാര്യം ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ആ കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ട് എന്താ ചെയ്യരുത്, വെറുതെ റിയാക്ട് ചെയ്ത് മെഴുകരുത്. ഓക്കെ, സോ നമ്മളെന്തായാലും ആർമീൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും ഇനി എല്ലാ കാലവും.